രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഭിമാനകരമായ ദിവസമാണ്. സമുദ്ര വാണിജ്യ മേഖലയുടെ സുവർണ കവാടം തുറന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം. കേരളം കാത്തിരുന്ന അഭിമാന പദ്ധതിക്ക് വിഴിഞ്ഞത്ത് സ്വപ്ന സാക്ഷാത്കാരമായിരിക്കുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. അതേസമയം കാലങ്ങളായി കാത്തിരുന്ന പദ്ധതി യാഥാർത്ഥ്യമായതിന് സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തുകാർ. തുറമുഖത്തിലൂടെ എത്തുന്ന വികസനം അത് നാടിനെയാകെ മാറ്റിമറിക്കും എന്നാണ് ഇവരുടെ പ്രതീക്ഷ. This is not just a new port, but the beginning of a new era that will give Indian trade and logistics a stronger global presence. ഇനി വികസന കപ്പലുകൾ കേരള തീരത്തേക്ക്. സംസ്ഥാനത്തിന്റെ അഭിമാന കവാടം വിഴിഞ്ഞത്തെ രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. വരും വർഷങ്ങളിൽ വിഴിഞ്ഞത്തിന്റെ ശേഷി 10 മടങ്ങാക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ഗുജറാത്തിനേക്കാൾ വലിയ തുറമുഖമാണ് അദാനി കേരളത്തിൽ നിർമ്മിച്ചതെന്നും പ്രധാനമന്ത്രി. ന്യൂ ഏജ് ഡെവലപ്മെന്റ് का सिंबल ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. കേവലം തുറമുഖം തുറക്കലല്ല, വികസനത്തിലേക്കുള്ള മഹാകവാടമാണ് വിഴിഞ്ഞമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി രൂപപ്പെടുത്തിയതും നടപ്പാക്കിയതും LDF സർക്കാർ. പദ്ധതിയുടെ കണക്ക് നിരത്തിയായിരുന്നു കമ്മീഷനിംഗ് വേദിയിൽ മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അങ്ങനെ നമ്മൾ ഇതും നേടി. ഇത് കേരളത്തിന്റെ ദീർഘകാലമായ സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷമാണിത്. എല്ലാ രീതിയിലും അഭിമാനകരമായ നിമിഷം. കമ്മീഷനിങ്ങിന് മുമ്പ് പദ്ധതി പ്രദേശം പ്രധാനമന്ത്രി സന്ദർശിച്ചു. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയും വിഴിഞ്ഞം തുറമുഖം MD കരൺ അദാനിയും ചടങ്ങിന്റെ ഭാഗമായി. വേദിയിൽ ഇരിപ്പിടമൊരുക്കിയെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചടങ്ങിൽ പങ്കെടുത്തില്ല. എന്നാൽ ശശി തരൂർ MPയും M വിൻസെന്റ് MLAയും കമ്മീഷനിംഗ് ചടങ്ങിൽ പങ്കെടുത്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും വേദിയിൽ ഇരിപ്പിടമുണ്ടായിരുന്നു. ഇനി വിശാലമാണ് വിഴിഞ്ഞത്തെ ആകാശവും വിഴിഞ്ഞം തീരവും. കേരളത്തിന്റെ വികസനത്തിന് വേഗമേകി ഇനി ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടും. കാലങ്ങളായി കാത്തിരുന്ന പദ്ധതി യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് വിഴിഞ്ഞത്തുകാർ. തുറമുഖത്തിലൂടെ എത്തുന്ന വികസനം നാടിനെയാകെ മാറ്റിമറിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ. 10,000-ലധികം പേരെ പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ കൂറ്റൻ സദസ് നിറഞ്ഞു കവിഞ്ഞു. BJPയും CPIഎമ്മും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരിച്ച് ആളെ എത്തിച്ചു. പദ്ധതിയുടെ ക്രെഡിറ്റിൽ അവകാശവാദം ഉന്നയിച്ച് ഇരു പാർട്ടിയുടെയും പ്രവർത്തകർ പ്രതികരണം നടത്തി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ നടപ്പിലാക്കിയ കേരളത്തിൽ തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത്. ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും അഭിമാനമാണ്. ഇപ്പോഴും നമ്മൾ കടം കൊടുക്കുന്നത് അപ്പോഴും നമ്മൾ തിരിച്ചടക്കേണ്ടതാണ്. നമ്മളായിരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി, രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മുഖ്യമന്ത്രി. ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളതാണ് ഇത് ഇത്രയും നടക്കാൻ. ഞങ്ങളെല്ലാം രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം ചെയ്ത് ഞങ്ങൾ നേടിയെടുത്തതാണ്. ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾ അവിടെ സമരത്തിന് കിടന്നതാണ്. അതിനിടയിൽ രാഷ്ട്രീയമല്ല നാടിന്റെ വികസനമാണ് പ്രധാനമെന്ന് കരുതുന്നവരും ചടങ്ങിന്റെ ഭാഗമായി. ഇവിടെ ഒരു വികസനം, തിരുവനന്തപുരത്ത് ഒരു വികസനം ഉണ്ടാവണമെങ്കിൽ ഇത് അത്യാവശ്യമാണ്. ഒരുപാട് പേർക്ക് ജോലി കാര്യങ്ങളെല്ലാം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ചിലർ മടങ്ങി. കനത്ത ചൂടെന്ന് പ്രതികരണം. ഭയങ്കര ചൂടും കുടിവെള്ള പ്രശ്നം ഉണ്ട്. ചൂട് ഇരിക്കാൻ പറ്റത്തില്ല. ഈ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഇവിടെ ആർക്കും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. വിഴിഞ്ഞം ദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഹാർബറിന്. ഇവിടെ നമ്മളെ സ്വന്തം വീട് വരെ കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ഒരു ആനുകൂല്യം ഇവിടെ നമുക്ക് തന്നിട്ടില്ല. പലയിടങ്ങളിൽ നിന്നും പല കാരണങ്ങൾ കൊണ്ട് കമ്മീഷനിങ് ചടങ്ങിലേക്ക് എത്തിയ മനുഷ്യരുണ്ട്. അതിലേറ്റവും അധികം ആളുകളും എത്തിയത് നാടിൻ്റെ വികസനം സ്വപ്നം കണ്ടാണ്. എത്രയും വേഗത്തിൽ അത് യാഥാർത്ഥ്യമാവട്ടെ. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറാമാൻ VS മനീഷിനൊപ്പം സലിം മാലിക്, 24. പൊതുജനം കഴുതയല്ല സാർ. 10 വർഷം മുമ്പാണ് മലപ്പുറം അങ്ങാടിപ്പുറം മേൽപ്പാലം യാഥാർത്ഥ്യമായത്. പക്ഷേ വീതിയില്ലാത്ത മേൽപ്പാലം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർ. ദിനംപ്രതി ഗതാഗതക്കുരുക്ക് രൂക്ഷമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണയിലേക്ക് അയൽ ജില്ലകളിൽ നിന്നെത്തുന്ന ആംബുലൻസുകളും ഒക്കെ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയായി മാറുന്നു. ബദൽ സംവിധാനമായി കൊണ്ടുവന്ന ഒറോഡം പാലം ബൈപ്പാസ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങി നിൽക്കുന്നു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ഒന്ന് കടന്നു കിട്ടാൻ വലിയ പാടാണെന്ന് ഇതിലൂടെ ഒരിക്കലെങ്കിലും യാത്ര ചെയ്ത ഏതൊരു യാത്രക്കാരനും പറയും.
അത്ര വലിയ ഗതാഗതക്കുരുക്കാണ് എല്ലാ ദിവസവും. ഈ ഒരു ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കൊണ്ടുവന്ന പാലമാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറെ തലവേദന. 10 വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞളാംകുഴിയാലി MLA ആയിരുന്ന സമയത്താണ് അങ്ങാടിപ്പുറം മേൽപ്പാലം കൊണ്ടുവരുന്നത്. റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ അടയ്ക്കുന്നത് കൊണ്ട് വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നു. അതിനാൽ മേൽപ്പാലം അനിവാര്യം എന്ന ഏറെക്കാലത്തെ ആവശ്യമാണ് ഇവിടെ നിറവേറ്റപ്പെട്ടത്. പക്ഷേ വന്ന പാലം കുപ്പിക്കഴുത്തു പോലെയായി. 4 വരിയിൽ നിന്ന് 2 വരിയിലേക്ക് എല്ലാ വാഹനങ്ങളും കൂടി കയറുന്നത് പോലെയായി ഇപ്പോഴത്തെ യാത്ര. ആശുപത്രികളുടെ നഗരം എന്ന് തന്നെ പറയാവുന്ന പെരിന്തൽമണ്ണയിലേക്ക് ഒട്ടനവധി ആംബുലൻസുകളാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. പക്ഷേ അങ്ങാടിപ്പുറം കടന്നു കിട്ടിയാൽ ഭാഗ്യമെന്ന് മാത്രം. തളി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കുരുക്ക് പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ വരെ എന്നും നീളും. ഇവിടുത്തെ അവസ്ഥ ജനയുടെ അവസ്ഥ ഏത് നേരം തട്ടലോ മുട്ടലോ ഈ കുടുക്കും ഇതൊക്കെ തന്നെ ഇവിടുത്തെ പ്രശ്നം തന്നെ. ഏത് നേരം ഉണ്ട് 24 മണിക്കൂർ തന്നെയാണ്. രാവിലെ 8 മണി മുതൽ തുടങ്ങിയ രാത്രി 8 മണി വരെ നല്ല പ്രശ്നമാണ് അവിടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. കുറേശ്ശെ ഭയങ്കര തിരക്കാ തന്നെ പറയാനില്ല ഇവിടെ അങ്ങാടിപ്പുറത്ത്. പക്ഷെ ഒരു 4 മണി കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാൻ പറ്റൂല. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ പിന്നെ ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു പാലമാണിത്. മഞ്ഞളാംകുഴി അലിയുടെ ഒരു പാലമാണ്. അലിയുടെ പാലം എന്ന് പറഞ്ഞാൽ തന്നെ കുപ്പിക്കഴുത്ത് എന്നാണ് ഇപ്പം പേര് വന്നിട്ടുള്ളത്. കാരണം വേറെ എവിടെയും ഇല്ലാത്തൊരു പാലമാണ് ഈ കേരളത്തിൽ. എവിടെയില്ല അങ്ങനത്തെ ഒരു പാലം. ഡെയിലി ആക്സിഡൻ്റാണ് ഇവിടെ. അത്രയും കുരുക്കാണ് ഇവിടെ ഉള്ളത്. ആംബുലൻസ് ഒരു ദിവസം എത്രയാ പോകുന്നതെന്നുള്ളത് എനിക്കറിയില്ല. അത്രയും ആംബുലൻസാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വന്നിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 2 ആംബുലൻസ് ഇപ്പോൾ ഇവിടെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത്. നിർമ്മാണ സമയത്ത് തന്നെ പാലത്തിന്റെ വീതി കുറവ് ഏറെ ചർച്ചയായിരുന്നു. പെരിന്തൽമണ്ണയിലേക്കുള്ള മഞ്ചേരി, വളാഞ്ചേരി, മങ്കട, പരിയാപുരം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകളും മറ്റു വാഹനങ്ങളും കൂടി അങ്ങാടിപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുന്നതോടെ കുരുക്ക് വീണ്ടും മുറുകും. തിരുമാതാംകുന്ന് ക്ഷേത്രത്തിന് മുൻവശം പോലീസുകാർ നിന്നാണ് നിയന്ത്രിക്കുന്നത്. പക്ഷേ വാഹനങ്ങൾ ഒരുമിച്ചെത്തിയാൽ നിയന്ത്രണാതീതം. ഒരു പ്രതിവിധിയായി വർഷങ്ങളായി പറഞ്ഞു കേൾക്കുന്നതാണ് ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ്. സർവേകൾ പലത് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കടലാസിൽ തന്നെയാണ്. സർക്കാരിന് ഒരു താല്പര്യവുമില്ല. ഫയലിൽ നിന്ന് നീങ്ങിയിട്ടുമില്ല. കാൽനടയാത്രക്കാർക്കാണെങ്കിൽ ഒരു നടപ്പാത പോലുമില്ല. ഇത് തിരക്കുള്ള ഒരു ദിവസത്തെ കാഴ്ചയല്ല. എല്ലാ ദിവസവും ഇവിടെ ഗതാഗതക്കുരുക്കാണ്. അത് പലപ്പോഴും മണിക്കൂറുകളോളം നീളുകയും ചെയ്യും. ഇതിനിടയിൽ വാഹനങ്ങൾ തട്ടിയുള്ള അപകടം, അതിനെ തുടർന്നുള്ള വഴക്ക്, പോലീസ് വരുന്നത്, ഇതൊക്കെ തന്നെ നിത്യ സംഭവം കൂടിയാവുകയാണ്. ഇനിയും എത്ര നാൾ സഹിക്കണം ജനങ്ങൾ ഒരു പ്രധാന ദേശീയ പാതയിലെ ഇത്രയും വലിയ അലംഭാവം? അർഷകനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. ഗതാഗതക്കുരുക്ക് ഒരു ഭാഗത്ത്, അപകട സാധ്യത മറുഭാഗത്ത്. ഇടുങ്ങിയ പാതയിലൂടെയുള്ള തിരക്കിട്ട യാത്ര അത് പലപ്പോഴും അപകടങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. ഓരോടം പാലം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണം എന്നാണ് യാത്രക്കാർക്ക്, സമീപവാസികൾക്ക് പറയാനുള്ളത്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. അയ്യോ, ഒന്നും പറയണ്ട. ഞങ്ങളെ ഈ നാട്ടുകാർക്ക് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇത് വന്ന് അനുഭവിച്ചെന്നെ അറിയണം. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വളരെയധികം ബുദ്ധിമുട്ട്. ആംബുലൻസ്, ഈ തിരക്കിൽ ആംബുലൻസൊക്കെ പോകാനാണ് വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് 17 കിലോമീറ്റർ ദൂരെയുള്ള മലപ്പുറം ടൗണിൽ പോയിട്ടാണ് എന്തെങ്കിലും ആകുക. കാരണം ഇവിടേക്ക് പോകാൻ അധികം നേരം എടുക്കുകയാണ്. കാരണം ഇതിൻ്റെ 3 കിലോമീറ്റർ പോകാൻ അരമണിക്കൂറിലധികം എടുക്കുന്നു. ഇവിടെ വല്ലാത്ത കുരുക്ക് തന്നെയാണ് ശരിക്കും. ഇപ്പോൾ ഈ വഴി വരുമ്പോൾ സാധാരണ ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ രാവിലെയൊക്കെ ഈ വഴി പാസ് ചെയ്യാറുള്ളൂ. കാര്യം പകൽ സമയത്തിൽ പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഈ പാലം ഉണ്ടാക്കിയത് എന്തിനാന്നുള്ള കാര്യം തന്നെ ഇപ്പോഴും നമ്മൾ ഭയങ്കര കൺഫ്യൂഷനിലാണ്. കാര്യം അന്ന് ആകെ 5 മിനിറ്റ് മാത്രം അടച്ചാൽ മതിയായിരുന്നു ഒരു ട്രെയിൻ പാസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ മണിക്കൂറോളം കാത്തിട്ടെടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും, ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും അത്ര ബുദ്ധിമുട്ടാണ് ഈ വഴിയിൽ നമ്മൾ പോകാനായിട്ട്. സാധാരണ ഞങ്ങളൊക്കെ ഈ സമയത്ത് യാത്ര ഒഴിവാക്കാറ് പതിവ്. അവസ്ഥ ഇത് ദിനംപ്രതി വർദ്ധിച്ചു വരിക എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നുമില്ല. ഇത് ഈ രാഷ്ട്രീയ പിടിമുറുക്കാണ് മെയിനായിട്ട് ഇതിൻ്റെ ഇടയിലുള്ളത്. ഒരു ചെറിയ ഒരു പാലം, അതിന് 4 വരി പാത, അതായത് ഒരു ലൈനിൽ 4 വരി പാത, അവസാനം വരുമ്പോൾ 1 വരി പാത ആയിട്ടാണ് വരുന്നത്. അത്രയും കുരുക്കിലാണ്. കാരണം ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ റിപ്പോർട്ടും ഈ പ്രതികരണങ്ങളും ഞങ്ങൾ വെക്കുകയാണ്. വേണ്ട നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെ കമന്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറെയും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷം, അഭിമാനമൊക്കെ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രേക്ഷകരുടെ കമൻറ്റുകളാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഭരണാധികാരികളെ, ഉദ്യോഗസ്ഥരെയൊക്കെ അഭിനന്ദിക്കണം എന്ന തരത്തിലുള്ള ഒരുപാട് പ്രേക്ഷകരുടെ കമൻറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന് മഴയുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിൽ മഴ പെയ്യുന്നു
പെയ്യുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഓരോ പ്രദേശങ്ങളിലായി മഴ പെയ്യുന്നുണ്ട് എന്ന കാര്യം ഒരുപാട് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് കോഴിക്കോട്ടും മലപ്പുറത്തുമൊക്കെ അതിശക്തമായ മഴയാണെന്ന് ചില പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണ് എന്ന് പറയണം എന്ന് ചില പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചിരിക്കുന്നു. അടുത്ത 3 മണിക്കൂറിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘ്ന, എന്താണ് മഴ മുന്നറിയിപ്പിൽ വന്നിരിക്കുന്ന മാറ്റം? ഏതൊക്കെ ജില്ലകളാണ് ജാഗ്രത പുലർത്തേണ്ടത്? മേഘ്ന. റിജിത്ത്, നിലവിൽ ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിലടക്കം സംസ്ഥാനത്തിലെ വിവിധ ജില്ലകളിൽ മഴ തുടരുകയാണ്. ഒറ്റപ്പെട്ട ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയും ചെയ്യുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 8 മണിവരെ വിവിധ ജില്ലകളിൽ, അത് 6 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴ മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. മറിച്ച് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് വിവിധ ജില്ലകളിൽ നേരത്തെ തന്നെ 8 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിൽ ഇടത്തരം മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂർ മുന്നേ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അത് തിരുവനന്തപുരം ജില്ലയിലടക്കം വെള്ളക്കെട്ടിന് വരെ സാധ്യത ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയിൽ നേരിയ ശമനമുണ്ടെങ്കിലും ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. പക്ഷേ ഈ റെഡ് അലേർട്ട് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. പൊടുന്നനെയാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നതും. ഇപ്പോൾ 1 മണിക്കൂറിനകം തന്നെ റെഡ് അലേർട്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ല മാത്രം ഇപ്പോൾ ഒരു ജാഗ്രത പാലിക്കണം. അതും വരുന്ന 3 മണിക്കൂറിൽ മാത്രമാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ തീരദേശ മേഖല, മലയോര മേഖലയിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. അവിടെ ഉള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. എന്തായാലും നിലവിലിപ്പോൾ 6 ജില്ലകളിൽ ഈ ദിവസം യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ വരുന്ന 3 മണിക്കൂറിൽ ആലപ്പുഴ ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ശരി, 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ ഒരു പ്രത്യേക ജാഗ്രത വേണം എന്ന കാര്യം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പായി വരുന്നു. ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത്. അടുത്ത 3 മണിക്കൂർ സമയത്തിനുള്ളിൽ ശക്തമായ മഴ അവിടെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിദ്യാധരൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ പത്തനംതിട്ടയിൽ കനത്ത മഴയാണ്, ബാലുശ്ശേരി മേഖലയിൽ അതിശക്തമായി മഴ പെയ്യുന്നുവെന്ന് ശ്രീജയെ പോലുള്ള പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും വേനൽ മഴയാണ്, എല്ലാവരും ജാഗ്രത പുലർത്തുക. അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. പൈനാപ്പിൾ കർഷകർക്ക് ഇത് ദുരിതകാലമാണ്. ഇത്തവണയും വിപണി ചതിച്ചതാണ് തിരിച്ചടിയായത്. വിലയിടിവ് തുടർക്കഥയായതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് കർഷകർ. കർഷകരെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നാണ് ആവശ്യം. റബ്ബർ കൃഷി പോലെ തന്നെ മധ്യ കേരളത്തിലെ പ്രധാന ഒരു കൃഷിയാണ് പൈനാപ്പിൾ കൃഷി. പക്ഷേ ഈ കർഷകർക്കും ആവശ്യമായ വരുമാനം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. വിലയിടിവ് വലിയ ദുരിതത്തിലേക്കാണ് പൈനാപ്പിൾ കർഷകരെയും തള്ളിവിട്ടിരിക്കുന്നത്. പൈനാപ്പിൾ സീസണാണ്, നല്ല വില ലഭിക്കേണ്ട സമയം. എന്നാൽ ഇത്തവണയും പൈനാപ്പിൾ കർഷകർക്ക് ദുരിതം തന്നെയാണ്. 40 രൂപ മുതൽ 50 രൂപ വരെ കിട്ടേണ്ടിടത്താണ് വില കുത്തനെ ഇടിഞ്ഞത്. നിലവിൽ 20 രൂപ പോലും ലഭിക്കുന്നില്ലെന്നാണ് പൈനാപ്പിൾ കർഷകർ പറയുന്നത്. തോട്ടങ്ങളിൽ നിന്ന് ഇതിലും കുറഞ്ഞ വിലയ്ക്കാണ് കർഷകർ പൈനാപ്പിൾ വിൽക്കുന്നത്. കൃഷിത്തോട്ടങ്ങളുടെ പാട്ടത്തുകയും വളത്തിന്റെ വിലയും തൊഴിലാളികളുടെ കൂലിയും കൂടി ചേർക്കുമ്പോൾ വലിയ ബാധ്യതയാണ് കർഷകർക്കുണ്ടാകുന്നത്. ഇന്ന് 1 ഏക്കർ പൈനാപ്പിൾ കൃഷി ചെയ്യുമ്പോൾ ഏകദേശം 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കർഷകരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് കർഷകർക്ക് ഒരു നല്ല വില ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലേക്കാണ് പൈനാപ്പിൾ കൂടുതലായും വിൽപ്പനയ്ക്ക് കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര കയറ്റുമതിയിലും കുറവ് വന്നു. മറ്റു കൃഷികൾക്ക് ലഭിക്കുന്നത് പോലെ സബ്സിഡികൾ ലഭിക്കാത്തതും പൈനാപ്പിൾ കർഷകരെ ആശങ്കയിലാക്കുന്നു. വളത്തിനും മറ്റും സബ്സിഡി അനുവദിച്ചാൽ മേഖലയിൽ പിടിച്ചു നിൽക്കാനാകും. അതിന് സർക്കാരിന്റെ ഇടപെടൽ അത്യാവശ്യമാണ്. ആനുകൂല്യങ്ങൾ നൽകുന്നതിനോടൊപ്പം പൈനാപ്പിൾ സംഭരിച്ച് കർഷകർക്ക് വിപണി ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉയരുന്ന ആവശ്യം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.
പൊതുജനം കഴുതയല്ല സാർ. വിപണി ചതിക്കുന്നത് ആദ്യമല്ല, കർഷകരുടെ ഏറെ നാളത്തെ അധ്വാനമാണ്. അതാണ് ഇങ്ങനെ അർഹിക്കുന്ന വില ലഭിക്കാതെ പോകുന്നത്. പൈനാപ്പിൾ കർഷകർക്ക് ഇനി ആകെയുള്ള പ്രതീക്ഷ സബ്സിഡിയാണ്. ഇതിനായി സർക്കാർ ഉടൻ ഇടപെടണം എന്നാണ് കർഷകർ പറയുന്നത്. ഇല്ലെങ്കിൽ കൃഷി വിട്ട് മറ്റ് മേഖല തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് കർഷകർ നിസ്സഹായതയോടെ പ്രതികരിക്കുന്നു. വില 45 രൂപ 50 രൂപ റേഞ്ച് മേലെ പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം അത് താന്നു പോയി. ചിലവ് കൂടുതൽ, പണിയാറ് ശമ്പളം കൊടുക്കണം. ഇതെല്ലാം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു മാസം 50 രൂപ മേളിൽ ചിലവാണ് ഒരു മാസം തന്നെ. അത് ഈ സാധനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്ന സമയങ്ങളിൽ എല്ലാ സമയങ്ങളും വില കിട്ടാറില്ല. ഈ സാധനം നല്ല രീതിയിൽ സാധനം കർഷകർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് വരുന്ന സമയങ്ങളിലാണ് ഏറ്റവും വിലക്കുറവ് സംഭവിക്കുന്നത്. 100 കൃഷിക്കാരുണ്ട്, അല്ല അതിൻ്റെ അകത്ത് 10 കൃഷിക്കാർക്ക് വില കിട്ടി പോകുന്നവരുണ്ട്, അവർ വിജയിച്ച് പോകുന്നവരുണ്ട്. പോയിട്ട് വാരി വരുന്ന 90 കർഷകർ ഇതിൻ്റെ അകത്ത് വളരെ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങൾ കൂടിയാണ് മുന്നോട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 50 രൂപ 55 രൂപ 60 രൂപ വരെ പച്ചച്ചക്ക് വിലയുണ്ടായിരുന്നു. അപ്പോൾ ഈ അമിത ചെലവുകളാണ് ഇപ്പോഴത്തെ വലിയ പ്രതിസന്ധി. അത് കഴിഞ്ഞാൽ ഒരു 45 രൂപ വെച്ച് കിട്ടിയാൽ നമുക്കിത് മുമ്പോട്ട് തുടർന്ന് പോകാൻ പറ്റും. പണ്ടൊക്കെ ഈ കൃഷിഭവനിൽ നിന്നൊക്കെ ഒരു ചെറിയ സബ്സിഡി കിട്ടുമായിരുന്നു, അപ്പോൾ അതുമില്ല. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്ത അത് എറണാകുളത്ത് നിന്നാണ്. എറണാകുളം കളക്ട്രേറ്റിൽ മരപ്പട്ടി കയറി. മരപ്പട്ടിയെ പിടിക്കാൻ ജീവനക്കാരെത്തിയെങ്കിലും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം പുറത്തു വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തേടാം. എറണാകുളം ആലുവയ്ക്കടുത്ത് കാറിൽ രഹസ്യാറ നിർമ്മിച്ച് കഞ്ചാവ് കടത്താനുള്ള ശ്രമമുണ്ടായി. അത് തകർത്തിരിക്കുന്നു എക്സൈസ് എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന കാർ എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോയോളം കഞ്ചാവായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, വിവരങ്ങൾ എന്താണ് ശ്യാം? റിജിത്ത്, ആലുവ കീഴുമാടാണ് എക്സൈസിന്റെ ഒരു രഹസ്യ നീക്കത്തിലൂടെ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. അത് കഞ്ചാവ് കടത്താൻ കാറിൽ രഹസ്യ അറ നിർമ്മിച്ചായിരുന്നു ഈ കഞ്ചാവ് കടത്തൽ. ഈ കാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. അന്വേഷണത്തിൽ കാർ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ട് എന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അവിടെ എത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കാറിന്റെ ഉള്ളിൽ രഹസ്യ അറ നിർമ്മിച്ച് കഞ്ചാവ് ഒളിപ്പിച്ചത് കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ കാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. 2 പേരുടെ പേരിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഇവരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടിയാണ് എക്സൈസ് നൽകുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പത്തനംതിട്ട നഗരത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പിന് കീഴിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സുഫല പാർക്ക് കാട് കയറി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. 5 തവണയാണ് പലപ്പോഴായി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും നശിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്നത് പത്തനംതിട്ട സുഫല പാർക്കാണ്. പലവട്ടം ആവർത്തിച്ച് വാർത്ത നൽകിയ കാര്യമാണ്. വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഒരു പരിഹാരവും ഉണ്ടാകാത്തത് കൊണ്ടാണ്. 30 വർഷത്തിലധികമായി സുഫല പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്ന വസന്തകുമാരിയാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ സാമ്പത്തിക ഉന്നമനത്തിന് ഉതകുന്ന വിവിധ പദ്ധതികളും സുഫല പാർക്കിൽ ആസൂത്രണം ചെയ്തു. കരാറുകാരും പട്ടികജാതി വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരും മത്സരിച്ചതോടെ പാർക്ക് കാടുകയറി. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമാണ്. 5 ഏക്കറിലധികം വരുന്ന ഭൂമിയും കെട്ടിടവും. കൗതുകമെന്ന് പറയട്ടെ, 5 തവണയാണ് പലപ്പോഴായി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പാർക്കിൻ്റെ പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് 93 ലക്ഷം രൂപ അതിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ വികസന പ്രവർത്തനം, അതിൻ്റെ ടൈലിടാനും അതിന് വെള്ളം നിറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഗവൺമെൻറ് അതിൽ ഒരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം 2ാം ഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് യാതൊരു വിധമാകുന്ന ശ്രദ്ധയും ചെലുത്തുന്നില്ല. പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിലാണ് എന്നതുകൊണ്ട് കളക്ടറും അതിന് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ 1 വർഷം മുൻപാണ് സുഫല പാർക്കിലെ ഫർണിച്ചറുകൾക്കും CCTV ക്യാമറകൾക്കും സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിനുമായി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഫണ്ട് എസ്റ്റിമേറ്റ് സർക്കാരിന് കൈമാറിയത്. പാർക്കിനുള്ളിലെ കുളത്തിന്റെ നവീകരണത്തിന് പത്തനംതിട്ട നഗരസഭയും ഫണ്ട് അനുവദിച്ചു. ഇതും പൂർത്തിയായില്ല. പ്രശ്നപരിഹാരം കാണേണ്ട ജില്ലാ കളക്ടർ വിഷയത്തിൽ ഒരു താല്പര്യവും കാണിക്കുന്നുമില്ല. ഇത് വേറെ ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലായിരുന്നെങ്കിൽ, പട്ടികജാതി വികസന വകുപ്പ് ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും വകുപ്പിൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ ഇതെന്നേ പണികളെല്ലാം കഴിഞ്ഞ് പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി തന്നെ തീർന്നേനെ. പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നമുക്ക് വിനോദത്തിനോ വിജ്ഞാനത്തിനോ യാതൊരു വിധമാകുന്ന കാര്യങ്ങളില്ലാത്ത ഒരു ജില്ലാ ആസ്ഥാനമാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. ആ പത്തനംതിട്ടയിൽ 5.5 ഏക്കർ സ്ഥലവും അവിടെ കെട്ടിടവും സ്വിമ്മിംഗ് പൂൾ അടക്കമുള്ള തിയേറ്റർ അടക്കമുള്ള
എല്ലാ സംവിധാനത്തോടും കൂടിയുള്ള സുബല പാർക്കിൻ്റെ പദ്ധതി വഴിമുട്ടി നിൽക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനു വേണ്ടി വാങ്ങിയ തയ്യൽ മെഷീനുകൾ ആർക്കും ഉപകാരമില്ലാതെ തുരുമ്പെടുത്ത് നശിച്ചു. കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. കോഫി ഏരിയ, ബോട്ടിംഗ്, എക്സിബിഷൻ സ്പേസ്, ഷട്ടിൽ കോർട്ട്, തിയേറ്റർ തുടങ്ങി പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങി. വലിയ പ്രതീക്ഷയോടെ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് അധികൃതരുടെ അലംഭാവം മൂലം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ താഴിട്ട് കിടക്കുന്നത് ഒരു നാടിൻ്റെ ആകെ സ്വപ്നമാണ്. നഷ്ടമാകുന്നത് പൊതുഖജനാവിലെ ലക്ഷക്കണക്കിന് രൂപയാണ്. ഈ പാർക്ക് അടിയന്തരമായി തുറന്നു നൽകാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണം. ഇങ്ങനെ ഒരു പൊതുസ്ഥലം കിടന്ന് നശിക്കുന്നത് ഈ നാടിനാകെ അപമാനമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല എന്നും അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഈ നിർദ്ദേശം എങ്ങനെയാണ്, അതിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? റീജിത്ത്, പൊതുപ്രവർത്തകനായ OR ജനീഷ് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ ഈ ഇടപെടൽ വന്നിട്ടുള്ളത്. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി പറയുന്നു. അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ഇത് നടപ്പാക്കുന്നുണ്ട് എന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ നീക്കമാണ് കോടതിയിൽ നിന്നും വന്നിട്ടുള്ളത്. ശരിയാ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പാലിയേക്കരയിലെ ടോളുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായി ഉയർന്ന പ്രതിഷേധമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. ഈ ടോൾ കൊടുക്കുന്ന ആളുകൾക്ക് ടോളിൽ അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും പ്രധാനമാണ്. ടോൾ പിരിവിൽ കർശനമായൊരു നിലപാട് ഹൈക്കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണം. 100 മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങളെ കടത്തിവിടണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാവൂരിലെ കർഷകരെക്കുറിച്ചാണ് ഇനി. കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. പഠനം നടത്താതെ ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചതാണ് കർഷകരെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. റെഗുലേറ്റർ പ്രവർത്തനം തുടങ്ങിയതോടെ വയലുകളിൽ വെള്ളം കയറി കൃഷി നശിച്ചു തുടങ്ങി. വയലുകൾ ഉടൻ തന്നെ കാർഷിക യോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് കർഷകർക്ക് ആവശ്യപ്പെടാനുള്ളത്. ലാണ് ചാലിയാറിന് കുറുകെ ഊർക്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിച്ചത്. മാവൂർ ഗ്രാസിൻ ഫാക്ടറിയിലേക്ക് ഉപ്പുവെള്ളം കലരാത്ത വെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഒപ്പം ജലക്ഷാമം പരിഹരിക്കുക എന്നതും. എന്നാൽ ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇന്ന് കർഷകർക്ക് പ്രതിസന്ധി മാത്രമാണ് സൃഷ്ടിക്കുന്നത്. റെഗുലേറ്റർ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ചാലിയാറിലെയും കൈവഴികളിലെയും ജലനിരപ്പ് ഡാമിന് സമാനമായി നിറഞ്ഞു. 360-ലേറെ ഏക്കർ വയലുകൾ വെള്ളത്തിലായി. കർഷകർക്ക് അവരുടെ ഉപജീവനമാർഗം നഷ്ടമായി. തെങ്ങിലക്കടവ്, പള്ളിയോൾ, കൽപ്പള്ളി പാടശേഖരങ്ങളിലെല്ലാം കടുത്ത വേനലിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വർഷങ്ങളായി ഈ വയലുകളിലൊക്കെ കൃഷി ഇറക്കിയിട്ട്. ഇവിടെ ഈ റെഗുലേറ്റർ പാലം വന്നതിന് ശേഷം, ഈ വെള്ളക്കെട്ട് വന്നതിന് ശേഷം ഈ പഞ്ചായത്തിൽ കൃഷി എന്ന് പറഞ്ഞ സാധനം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയ്ക്ക് എത്തി. കർഷകർക്കാണെങ്കിലോ വാരിക്കോരി കൊടുക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടുത്തെ കർഷകർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മനസ്സിലായത്. ഞങ്ങളൊക്കെ കൃഷി ചെയ്യാനൊന്നും തയ്യാറാണ്, പക്ഷെ സൗകര്യങ്ങളില്ല. വെള്ളക്കെട്ടായതുകൊണ്ട് 2 പ്രാവശ്യം കൃഷി ഇറക്കിയിരുന്നു ഞാനൊക്കെ. ആ കൃഷിയൊക്കെ നശിച്ചു പോവുകയാണ്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചെങ്കിലും പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ചിലയിടങ്ങളിൽ കൃഷി ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. പലയിടങ്ങളിലും വ്യാപകമായി വയൽ നികത്തുമ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ അവസരമൊരുക്കണമെന്നാണ് ആവശ്യം. കൃഷി ഇറക്കാൻ ആവശ്യമായ സഹായം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൃഷിവകുപ്പിനെയും സർക്കാരിനെയും എല്ലാം ഈ കർഷകർ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് അനുകൂലമായ ഒരു നടപടിയും ഇവരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വർഷങ്ങളായി കൃഷി ഇറക്കാൻ സാധിക്കാത്ത വയലുകളുടെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത്. ഒപ്പം ഉപജീവനമാർഗം നഷ്ടപ്പെട്ടുപോയ നിരവധി കർഷകരുടെ കണ്ണീരും. ഇവരുടെ കഷ്ടപ്പാടിന് പരിഹാരം വേണം. അധികൃതരുടെ മുമ്പിലേക്ക് ഞങ്ങൾ ഈ വിഷയം വയ്ക്കുകയാണ്. നോക്കാം ചില പ്രതികരണങ്ങൾ.
ഈ വയലിൻ്റെ രണ്ട് ഭാഗത്തൂടെ കരയുടെ ഭാഗത്തൂടെ തോടുണ്ടാക്കി അതിനകത്ത് വരുന്ന വെള്ളം അതിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം ശേഖരിക്കാനും അതോടൊപ്പം നിറഞ്ഞു നിൽക്കുന്ന വെള്ളം ഒഴിവാക്കാനുമുള്ള സംവിധാനം ഉണ്ടാക്കി ഈ കൃഷിക്കാരെ സഹായിക്കുന്ന സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഒരു കൃഷിക്കാരൻ എന്ന രീതിയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത്. ഇത്രയും സ്ഥലം ഇവിടെ കണ്ടില്ല, ഈ കാണുന്ന സ്ഥലമൊക്കെ നമ്മളടക്കമുള്ള എല്ലാവരും ഭൂമികൾ ഇവിടെ വെറുതെ കിടക്കുക. അശാസ്ത്രീയമായിട്ട് ഇവിടെ കൊണ്ടുവന്ന കമ്പനിക്ക് വേണ്ടി കൊണ്ടുവന്ന ആ റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വെള്ളത്തിലടിപ്പോയി. 2 വിള എടുത്തിരുന്ന ഇവിടെ ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ പോലും വെള്ളം നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. ശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചാൽ മാത്രമേ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ മണ്ണിട്ട ആളുകൾ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യും, അതിനും പറ്റാത്ത അവസ്ഥയാണ്. ഇത് കർഷകർക്ക് യോഗ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ മാവൂരിനെ സംബന്ധിച്ചിടത്തോളം മാവൂരെ കർഷകർ കൃഷി ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ അവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരും പ്രാദേശിക ഭരണകൂടങ്ങളും. അവരതിന് തയ്യാറാവാത്തിടത്തോളം കാലം ഈ വെള്ളക്കെട്ട് ഇതേമാതിരി നിലനിൽക്കുന്ന ഒരു സംവിധാനമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. എറണാകുളം ജില്ലാ കളക്ടറേറ്റിൽ കളക്ടറുടെ ചേംബറിൽ മരപ്പെട്ടി കയറി. ജീവനക്കാർ എത്തിയെങ്കിലും മരപ്പെട്ടിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ശ്യാം, എന്താണ് വിവരങ്ങൾ? ജീവനക്കാരൊക്കെ ഉള്ള സമയമായിരുന്നു, എന്താണ് വിശദാംശങ്ങൾ? ശ്യാം, റിജിത്ത്, ഇന്ന് വൈകുന്നേരം 3:30 എറണാകുളം കളക്ടറുടെ ചേംബറിൽ മരപ്പെട്ടി കയറുന്നത്. ഈ ചേംബറിന്റെ മുകൾ ഭാഗത്ത് ബഹളങ്ങൾ ഉണ്ടായതോടെ കളക്ടർ വിവരം ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്നേക്ക് റെസ്ക്യൂറിന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി പരിശോധന നടത്തിയെങ്കിലും മരപ്പെട്ടിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ജീവനക്കാരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ തുടരുകയാണ്. കളക്ടറുടെ ചേംബറിൽ ഇനിയും ഇതേ ശല്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ജീവനക്കാർ പങ്കുവച്ചത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഒരു ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യത്തിന് കൊല്ലങ്ങളുടെ പഴക്കമുണ്ട്. വനവും എണ്ണപ്പനകളും റബ്ബറും നിറഞ്ഞ കുളത്തൂപ്പുഴയിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ കോടികളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. തീപിടുത്തമുണ്ടാകുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് ഫയർഫോഴ്സ് എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പരാതി. അപ്പോഴേക്കും എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു മടുത്ത കുളത്തൂപ്പുഴ നിവാസികൾ ഒടുവിൽ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുളത്തൂപ്പുഴയിൽ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരുമൊക്കെ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടവും പടലപ്പിണക്കങ്ങളുമാണ് കുളത്തൂപ്പുഴയ്ക്ക് ഫയർഫോഴ്സ് യൂണിറ്റ് അന്യമാകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് കുളത്തൂപ്പുഴ നിവാസികളാണ്. റബ്ബറും എണ്ണപ്പനകളും നിറഞ്ഞ കുളത്തൂപ്പുഴ. വനത്താൽ ചുറ്റപ്പെട്ട ഇവിടെ വേനൽക്കാലമായാൽ അടിക്കടി കാട്ടുതീ പതിവാണ്. തീയണയ്ക്കാൻ പാടുപെടുന്ന നാട്ടുകാർ. ഫയർഫോഴ്സിനെ വിളിച്ചാൽ എല്ലാം കത്തിയൊടുങ്ങിയ ശേഷമാകും വരവ്. അതാണ് കുളത്തൂപ്പുഴയിലെ പതിവ് കാഴ്ച. ഏറ്റവും ഒടുവിൽ ഓയിൽ പാമ്പിലുണ്ടായ തീപിടുത്തത്തിലും ഗൃഹോപകരണശാലയിലുണ്ടായ അഗ്നിബാധയിലും സ്ഥിതി സമാനമായിരുന്നു. എൻ്റെ എല്ലാ സമ്പാദ്യങ്ങളും അഗ്നിക്കിരയായി. 5 മിനിറ്റ് കൊണ്ടെല്ലാം തീഞ്ഞ് ഫ്രണ്ടിലെത്തി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നാട്ടുകാരെല്ലാം കണ്ണീരോടെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ. ഒരു ഫയർ എഞ്ചിൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് അണച്ച് കുറച്ച് സാധനങ്ങളെങ്കിലും നമുക്ക് രക്ഷിക്കാമായിരുന്നു. ഒന്നും പറ്റിയില്ല. എൻ്റെ ജീവിതം ഇപ്പം വഴിമുട്ടി നിൽക്കുക. സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടാലേ പറ്റൂ. 2 ലാപ്ടോപ്പും ഒരു കമ്പ്യൂട്ടർ സെറ്റും ലാമിനേഷൻ മെഷീൻ, ഫോട്ടോസ്റ്റാറ്റ്, 2 പ്രിൻ്റർ, അനുബന്ധ രേഖകൾ മൊത്തവും പോയി. പിന്നെ ഫാൻസി ഐറ്റംസ് എല്ലാം 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. ഈ സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായതിന്റെ തൊട്ടടുത്ത ഒരു ബാങ്കുണ്ട്. അവിടേക്കും തീ പടർന്നിരുന്നു. ഇടപാടുകാരുടെയും ബാങ്ക് ജീവനക്കാരുടെയും ഒക്കെ ഭാഗ്യം കൊണ്ടാണ് ഒരു വലിയ ദുരന്തമെന്ന് ഉണ്ടാകാതിരുന്നത്. ഓയിൽ പാമിലെ ഏക്കർ കണക്കിന് സ്ഥലത്തെ എണ്ണപ്പനകളാണ് മാസങ്ങൾക്ക് മുമ്പുണ്ടായ വൻ തീപിടുത്തത്തിൽ കത്തി നശിച്ചത്. കാടും കത്തിയമർന്നു. കുളത്തൂപ്പുഴയിൽ ഒരു തീപിടുത്തമുണ്ടായാൽ 30 കിലോമീറ്ററിലേറെ കടന്ന് കടക്കലിൽ നിന്നോ പുനലൂരിൽ നിന്നോ വേണം അഗ്നിശമന സേനയെത്താൻ. ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ദുരന്തം. ഞങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 10-15 വർഷം മുമ്പ് തന്നെ ഇതിനൊരു ആലോചന ഇവിടെ നടക്കുകയുണ്ടായി. ഈ ആലോചന രാഷ്ട്രീയമായി ചില വ്യക്തികളുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ഫയർ സ്റ്റേഷൻ്റെ ഓഫീസ് ഈ കുളത്തൂപ്പുഴയിൽ നിന്നും അകന്നു പോകാൻ കാരണമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുളത്തൂപ്പുഴയിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. മാറി മാറി വന്ന സർക്കാരുകൾക്ക് മുന്നിൽ ഇവിടുത്തുകാർ പലതവണ നിവേദനങ്ങൾ നൽകി. 2017-18 കാലത്ത് കെ രാജു വനമന്ത്രിയായിരിക്കെ ഫയർ സ്റ്റേഷനുള്ള നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തു.
സ്ഥലം വരെ കണ്ടെത്തി. കപ്പിനും ചുണ്ടിനുമിടയിലാണ് അന്ന് ഫയർ സ്റ്റേഷൻ കുളത്തൂപ്പുഴയ്ക്ക് നഷ്ടമായത്. ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ടിമ്പർ ഡിപ്പോയോട് ചേർന്നുള്ള ഏക്കറുകണക്കിന് സ്ഥലവും കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ നെടുവന്നൂർ കടവിന് സമീപമുള്ള സ്ഥലവും പരിഗണിച്ചു. കല്ലടയാറിനോട് ചേർന്നുള്ള ഈ സ്ഥലങ്ങളൊക്കെ തന്നെ എല്ലാം കൊണ്ടും അനുകൂലമായിരുന്നു. താൽക്കാലിക സ്ഥലം മതിയെങ്കിൽ അതും പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടി. ഫയർ ഓഫീസർമാരെത്തി പരിശോധനയൊക്കെ നടത്തി റിപ്പോർട്ട് വരെ തയ്യാറാക്കി. പക്ഷേ ആരുടെയൊക്കെയോ ഇടപെടലിൽ കുളത്തൂപ്പുഴയിലെ ഫയർ സ്റ്റേഷൻ മറ്റിടങ്ങളിലേക്കെത്തി. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡും ഓയിൽ പാമ്പും ഉൾപ്പെടെ 60-ലധികം സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കുളത്തൂപ്പുഴയിൽ. 100 കണക്കിന് കുടുംബങ്ങളും. ഇവരുടെയൊക്കെ സുരക്ഷയ്ക്ക് ഒരു ഫയർഫോഴ്സ് ഓഫീസ് കുളത്തൂപ്പുഴയിൽ അത്യന്താപേക്ഷിതമാണ്. പറഞ്ഞുമടുത്തവർ ഒടുവിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന്റെ അമരത്തിരിക്കുന്ന സ്ഥലം MLA PS സുബാൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഇവിടെയൊരു ഫയർഫോഴ്സ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായേക്കുമെന്ന് ഇവരിൽ പലരും വിശ്വസിക്കുന്നു. ആ പ്രതീക്ഷ MLAക്ക് എടുത്തരുത്. ഫയർഫോഴ്സ് എത്താൻ വൈകിയതും രക്ഷാപ്രവർത്തനത്തിൽ താമസമുണ്ടായതുമാണ് കുളത്തൂപ്പുഴയിലെ തീപിടുത്തത്തിന്റെ വ്യാപ്തി ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കാതിരിക്കാൻ വേണം കുളത്തൂപ്പുഴയിലൊരു ഫയർ സ്റ്റേഷൻ. കുളത്തൂപ്പുഴയിൽ നിന്നും ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. 24 എക്സ്ക്ലൂസീവ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റിയേക്കും. K സുധാകരൻ ഡൽഹിയിലെത്തി തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് K സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായി സൂചനയുണ്ട്. അതേസമയം കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ആരംഭിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണം, ജാതി സെൻസസ് എന്നിവ ചർച്ച ചെയ്യുന്നുണ്ട്. രണ്ടിലും പ്രമേയം പാസാക്കും. ജാതി സെൻസസ് പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയ രാഹുൽ ഗാന്ധിയെ യോഗം അഭിനന്ദിക്കും. സമീർ C മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഒപ്പം തന്നെ വിനീത VG ഡൽഹിയിൽ നിന്ന്. വിനീത, ആദ്യം സമീറിലേക്കാണ്. സമീർ, KPCC അധ്യക്ഷനെ ഉടൻ മാറ്റും എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ചില പേരുകൾ നേരത്തെ തന്നെ നമുക്ക് മുമ്പിലുള്ളതാണ്. ഹൈക്കമാൻഡിന്റെ മനസ്സിലെന്താണ് ലഭ്യമാകുന്ന സൂചനകൾ? സമീർ. രാജ്യത്തെ KPCCക്ക് പുതിയ അധ്യക്ഷൻ വരും എന്നാണ് ഈ നിമിഷത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. K സുധാകരനെ മാറ്റാനുള്ള തീരുമാനത്തിലാണ് ഹൈക്കമാൻഡ്. വൈകാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നു. അതിന് തൊട്ടു പിറകെയായിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുകയാണ്. കരുത്തുറ്റ ഒരു നിരയുമായും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലായെങ്കിൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് K സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഈ സ്ഥാനം മാറി നൽകണം, അല്ലെങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ള ഒരു ആവശ്യം ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സുധാകരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. ഹൈക്കമാൻഡാണ് ഈ പദവി തന്നത്. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ മാറി നൽകാൻ, ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ താൻ ഒരുക്കമാണ് എന്ന കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന പേരുകൾ, ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകൾ, ഒന്ന് അടൂർ പ്രകാശിൻ്റേതാണ്, മറ്റൊന്ന് ബെന്നി ബെഹനാൻ്റേതാണ്. ഇത്തരത്തിലുള്ള പേരുകൾ ഉയരുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട ചർച്ചയായി മാറുന്നുണ്ട്. അത് K മുരളീധരൻ്റെ നാമമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിർദ്ദേശിച്ച പ്രകാരമാണ് തൃശ്ശൂരിൽ പോയി മത്സരിച്ചത്. വലിയ രീതിയിലുള്ള പരാജയമുണ്ടായി. പക്ഷേ ആ പരാജയത്തിന് ശേഷം പാർട്ടിയിൽ കാര്യമായ ഒരു പരിഗണനയും തനിക്ക് ലഭിക്കുന്നില്ല, നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ള ഒരു പരോക്ഷ വിമർശനം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ മുരളീധരന് എന്ത് സ്ഥാനമായിരിക്കും പാർട്ടി നൽകുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ചയാകും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KPCC അധ്യക്ഷനെ മാത്രമായിരിക്കില്ല, KPCC ഭാരവാഹികൾ അതുപോലെ തന്നെ DCC അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിലും മാറ്റം ഉണ്ടാകും എന്ന കാര്യമാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. വലിയ രീതിയിൽ, കൂടുതൽ ശക്തമായ രീതിയിൽ തന്നെ ഇനി മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകും. ആ ഒരു മുൻകരുതലോട് കൂടെ ഒരു മുന്നോട്ട് പോക്ക് അനിവാര്യമാണ് എന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത്. ഹൈക്കമാൻഡ് ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ അറിയിപ്പ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്. ശരി, സമീർ C മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിനീത VG ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയും K സുധാകരനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഹൈക്കമാൻഡിൻ്റെ മനസ്സിൽ എന്താണ്? ഇനി K സുധാകരനെ മറ്റേതെങ്കിലും ചുമതല നൽകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ വിനീത? ടിക്ക് അത്തരം വിവരങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു വിവരം, മല്ലികാർജ്ജുൻ ഖർഗെയുമായി K സുധാകരൻ കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ട്. ഇന്ന് ഡൽഹിയിലെത്തിയതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടാകണം. അതിനുശേഷം ഒരുപക്ഷെ ആവശ്യമെങ്കിൽ രാഹുൽ ഗാന്ധിയുമായി കൂടി കൂടിക്കാഴ്ച നടത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലെ ഒരു തുടർ നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. ഒരുപക്ഷെ ഒരു മാറ്റം, അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു
മാറ്റമുണ്ടാകുമെന്നുള്ള കാര്യമൊക്കെ AICC ആണ് തീരുമാനിക്കേണ്ടത്. അക്കാര്യത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഒരു മാറ്റം നേതൃനിരയിലേക്ക് അടക്കം കൊണ്ടുവന്നുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിനെ അതിനെ ഏത് തരത്തിൽ അഭിമുഖീകരിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി കടന്നേക്കുമോ എന്നതുകൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ നേരത്തെ തന്നെ താൻ ഈ സ്ഥാനമൊഴിയാൻ തയ്യാറാണ് എന്നുള്ള കാര്യം സുധാകരൻ തന്നെ നേരത്തെ പാർട്ടിയെ കൂടി അറിയിച്ചതാണ്. ഒപ്പം തന്നെ അതേസമയം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ തന്നെ മാറ്റുന്ന തരത്തിൽ മാധ്യമങ്ങളിലേക്കടക്കം ചില വാർത്തകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാകരുതെന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹം ഡൽഹിയിലേക്ക് എത്തി. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. TK. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് മുമ്പിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിൽ സംഘടനാപരമായി പുതിയ നേതൃനിര അതിനെ നയിക്കണം, ആ തെരഞ്ഞെടുപ്പിന് സജ്ജമാകണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റാനുള്ള നീക്കം തീരുമാനം ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. കൊച്ചിയിൽ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് എത്തിച്ച ജീപ്പിൽ മാഗ്നറ്റിക് നമ്പർ പ്ലേറ്റ്, എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റാവുന്ന നമ്പർ പ്ലേറ്റാണ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് ഡ്രൈവർ ഉപയോഗിച്ചത്. വാഹനത്തിന് 6000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. ഈ വാഹനം ക്യാബായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇത് മോട്ടോർ കാറായിട്ട് ദുരുപയോഗം ചെയ്യും. അപ്പം ഈസിയായിട്ട് ഇത് വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യും. ശരിക്ക് പെയിൻറ്റ് ചെയ്യണം, പെയിൻറ്റിൽ ആണ് സൈഡിൽ നമ്പർ പ്ലേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സ്റ്റിക്കറിൽ ആൾക്കാർ പതിപ്പിക്കാറുണ്ട്, നിയമവിരുദ്ധമാണ്. അതിൻ്റെ അടുത്ത പുതിയൊരു തട്ടിപ്പ് വെർഷനാണ് വാഹനത്തിൽ മാഗ്നറ്റിൽ പിടിപ്പിക്കുന്ന ഈ നമ്പർ പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ പ്ലേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ സൈഡിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, ഫ്രണ്ടിൽ വൈറ്റിലേക്ക് മാറ്റാം, അത് ബോക്സിലായിരിക്കും. അപ്പോൾ ഇതെന്തായി മോട്ടോർ കാറായി മാറും. അപ്പോൾ ഇത് കല്യാണ ആവശ്യങ്ങൾക്ക്, പേഴ്സണൽ ആവശ്യങ്ങൾക്ക്, മറ്റ് വാടക റെൻ്റ് ബേസിസിൽ ഈ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, ഇത് എപ്പോൾ വേണമെങ്കിലും ഇളക്കി മാറ്റാവുന്ന നമ്പർ പ്ലേറ്റുകളാണ്, അതിലാണിപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇയാളിൽ നിന്ന് 6000 രൂപ, ഈ വാഹന ഉടമയിൽ നിന്ന് 6000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്യാം? റീജിത്ത്, നമ്പർ പ്ലേറ്റിൽ തിരിമറി കാണിച്ച, അതും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തിരിമറി കാണിച്ചതാണ് ഇന്ന് പിടികൂടിയത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാഹനം എത്തിച്ചത്. റെന്റ് ക്യാബിൻ ആയിട്ട് രജിസ്റ്റർ ചെയ്ത വാഹനത്തിലാണ് കറുപ്പിൽ വെള്ള നമ്പർ പ്ലേറ്റുമായി എത്തിയത്. ഈ നമ്പർ പ്ലേറ്റ് നിയമപരമല്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടുകൂടി വാഹനത്തിന്റെ അകത്തിരുന്ന മാഗ്നറ്റിക് നമ്പർ പ്ലേറ്റ് എടുത്ത വാഹനത്തിൽ ഒട്ടിക്കുകയായിരുന്നു. ഇത് ഉദ്യോഗസ്ഥരെ തന്നെ ഞെട്ടിച്ചു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ കൃത്രിമം കാണിച്ചത്. ഇതോടെയാണ് 6000 രൂപ പിഴ ഈ വാഹനത്തിന് ഈടാക്കിയിരിക്കുന്നത്. പുതിയ നമ്പർ പ്ലേറ്റ് ഹാജരാക്കിയ ശേഷം വാഹനം റോഡിലിറക്കിയാൽ മതിയെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ശരി, എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. അതിനു മുമ്പ് ഒടുവിലായി പുറത്തുവരുന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തും അതിശക്തമായി തന്നെ മഴ തുടരുന്ന സാഹചര്യമുണ്ട്. നഗരത്തിൽ തമ്പാനൂർ, പഴവങ്ങാടി ക്ഷേത്രം, അട്ടക്കുളങ്ങര ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തുവരുന്നു. കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് അറസ്റ്റ് ചെയ്ത കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തു. കർശന നടപടിയെടുക്കാൻ മേയർ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് സസ്പെൻഷൻ. 15000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് സ്വപ്നയെ വിജിലൻസ് ഓടിച്ചിട്ട് പിടികൂടിയത്. പൊന്നുരുന്നിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സ്വപ്നയെ വിജിലൻസ് പിടികൂടിയത്. അറസ്റ്റിലായതിനു പിന്നാലെ തന്നെ സസ്പെൻഡ് ചെയ്യാൻ കൊച്ചി മേയർ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങിയത്. 15000 രൂപയാണ് സ്വപ്ന കൈക്കൂലിയായി വാങ്ങിയത്. ഇവരുടെ ബാഗിൽ നിന്ന് 45000 രൂപയും കണ്ടെത്തി. ഇതും ഒരു ദിവസത്തെ കൈക്കൂലിയായി പിരിച്ച പണമാണെന്നാണ് വിജിലൻസ് പറയുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനും വിജിലൻസ് തയ്യാറെടുക്കുകയാണ്. തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ സ്വപ്നയെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് വിലക്കി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സഞ്ജു സാംസൺ വിഷയത്തിലെ പ്രതികരണത്തിന്റെ പേരിലാണ് നടപടി. സഞ്ജുവിന്റെ അച്ഛനെതിരെ നിയമ നടപടിയും കേസിയെ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം താൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ല എന്ന് ശ്രീശാന്ത് പ്രതികരിച്ചു. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസണ് ഇടം ലഭിക്കാത്തതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ശ്രീശാന്ത് രൂക്ഷമായി വിമർശിച്ചിരുന്നു. സഞ്ജുവിന് ഇടം ലഭിക്കാത്തത് KCAയുടെ പിടിപ്പുകേടുകൊണ്ടെന്നും കേരളത്തിലെ താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാൻ അസോസിയേഷൻ ഒന്നും ചെയ്യുന്നില്ലെന്നും ശ്രീശാന്ത് കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പരാമർശങ്ങളിലാണ് KCA നടപടി.
ശ്രീശാന്തിന്റെ ആരോപണങ്ങൾ സത്യവിരുദ്ധവും അസോസിയേഷനെ അപമാനിക്കുന്നതിന് തുല്യവുമെന്ന് KCA വിലയിരുത്തി. കേരള ക്രിക്കറ്റ് ലീഗിലെ ഏരീസ് കൊല്ലം ടീമിന്റെ സഹ ഉടമയായിരിക്കെയാണ് ശ്രീശാന്ത് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയതെന്നും ഇത് ചട്ടവിരുദ്ധമെന്നും നടപടിക്ക് കാരണമായി KCA ചൂണ്ടിക്കാട്ടുന്നു. സഞ്ജുവിന്റെ അച്ഛൻ സാംസണെതിരെ മാനനഷ്ടത്തിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. അപകീർത്തികരമായ പരാമർശങ്ങളിലാണ് സഞ്ജുവിന്റെ അച്ഛനെതിരെ നടപടി. സഞ്ജു സാംസണെ പിന്തുണച്ചുവെന്ന നല്ല കാര്യത്തിനാണ് KCA വിലക്കെന്ന് ശ്രീശാന്തിന്റെ പ്രതികരണം. എന്താണെന്നറിയില്ല ഞാൻ ചെയ്ത തെറ്റ്, എനിക്ക് ഇത്രേ ചെയ്തിട്ടുള്ളൂ. നല്ലൊരു കാര്യം ചെയ്തു, നല്ല കാരുണ്യ പ്രവർത്തനം. കാരണം നമ്മുടെ സ്വന്തം ഗോഡ്സോൺ കൺട്രിയുടെ ഗോഡ്സോൺ സണ്ണെ സഞ്ജുവിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അസോസിയേഷന്റെ എതിരെയല്ല ഞാൻ പറഞ്ഞത്. അഡ്മിനിസ്ട്രേഷനിലെ ആളുകൾ എന്തുകൊണ്ടാണ് അത് വളച്ചൊടിച്ച് എന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. മലയാളികളായ ഏത് ക്രിക്കറ്റർ ലോകത്തെമ്പാടും ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിരിക്കും. കേരളം എന്ന പേര് കേട്ടാൽ തിളയ്ക്കും ചോര ഞരമ്പുകളിൽ. ലവ് യു, ജയ് ഹിന്ദ്. സ്പോർട്സ് ഡെസ്ക് 24. നാടിനെ ഭീതിയിലാഴ്ത്തി മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിലാണ് പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത്. അടിയന്തരമായ ഇടപെടൽ വനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വേണം എന്ന ആവശ്യം അവിടെയുള്ള നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുകയാണ്. 2 മാസം മുമ്പ് വനവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മണ്ണാർമലയിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലി ഇറങ്ങി. ഇന്നലെ രാത്രി 11:45 പുലി റോഡ് മുറിച്ച് കടന്നുവരുന്നതാണ് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. മാനത്തുമംഗലം കാര്യവട്ടം ബൈപ്പാസിലെ മണ്ണാർമല മാട് റോഡിലാണ് പുലിയുടെ സാന്നിധ്യം. 2 മാസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ ക്യാമറയിൽ പുലിയെ കണ്ടിരുന്നു. തുടർന്ന് വനംവകുപ്പ് ക്യാമറകളും കൂടും സ്ഥാപിച്ചിരുന്നുവെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. കുറച്ചു ദിവസം കഴിഞ്ഞതോടെ കൂട് കൊണ്ടുപോവുകയും ചെയ്തു. കൂടുപോയെങ്കിലും പുലി സ്ഥലം വിട്ടുപോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞത്. നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത്. ഞങ്ങൾ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല. വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പുലി പാസ് ചെയ്യുന്നത്. നാട്ടുകാർ സ്വന്തം ചെലവിലാണ് ഇവിടെ ഇപ്പോൾ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീണ്ടും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കാനാണ് തീരുമാനം. പെരിന്തൽമണ്ണ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിലൂടെ നിരവധി യാത്രക്കാരാണ് ദിനവും കടന്നുപോകുന്നത്. ഒപ്പം പ്രദേശവാസികളും വലിയ ആശങ്കയിൽ. 24 മലപ്പുറം. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. സ്വർണ്ണത്തിൽ സ്നേഹത്തിൽ സ്പർശ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.